വെറും 4 മിനിറ്റ്. നഷ്ടമായത് 9ഓളം അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ. ഇത് നടന്നത് പാരീസിലാണ്. അതെ. ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. അതെ. എന്തായിരുന്നു സംഭവം? പ്രജിത, ഏത് ലോകത്തിലെ ഇന്ന് എല്ലാ പത്രങ്ങളുടെയും നമ്മളിപ്പോൾ മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഇന്ത്യൻ പത്രങ്ങളായാലും വിദേശത്തെ ഏത് പത്രങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആണ് അതെ. ഈ ന്യൂസ്. പാരീസിലെ ചരിത്ര പ്രസിദ്ധമായ ലൂവ്ർ മ്യൂസിയത്തിലാണ് നൂറ്റാണ്ടിന്റെ മോഷണം എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ പൈതൃകത്തിന് നേരെയുള്ള ആക്രമണം എന്നാണ് ഇമ്മാനുവൽ മക്രോൺ, ഫ്രഞ്ച് പ്രധാനമന്ത്രി, പറഞ്ഞത്. അപ്പോൾ അവരുടെ ഫ്രഞ്ച് ക്രൗൺ ജ്വൽസ് ആണ് മോഷണം പോയിരിക്കുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ എല്ലാം ഒരു കേന്ദ്ര ഭൂമിയാണ്. അതെല്ലാം വളരെ കൃത്യമായി നടപ്പാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. 2025 ഒക്ടോബർ 19, അതായത് ഇന്നലെ രാവിലെ ആണ് 9 മണിക്ക് ശേഷമാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നത്. പാരീസിന്റെ സാംസ്കാരിക ചരിത്രത്തിന് ഒരുപക്ഷെ വിലമതിക്കാനാവാത്ത ഫ്രഞ്ച് ക്രൗൺ ജ്വൽസ് ശേഖരത്തിലെ 9ഓളം അമൂല്യ വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 4 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നീണ്ട ഒരു മിന്നൽ ആക്രമണം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ കുറച്ച് സമയം മോഷ്ടാക്കൾ ഈ സമയത്തിന് ഇത് എടുത്തോളൂ. ഇംഗ്ലീഷ് സിനിമകളെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള മോഷണം എന്ന് വേണമെങ്കിൽ അത് അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അത് പാരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പാരീസിന്റെ ഒരു സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കാവുന്ന ഒരു നഗരമാണ് പാരീസ് എന്ന് പറയുന്നത്. ഉറങ്ങാത്ത നഗരം. അപ്പോൾ പാരീസിലൊക്കെ ഉള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ആ നഗരത്തെക്കുറിച്ചുള്ള വിശിഷ്ടമായ കഥകളൊക്കെ പറയുമ്പോഴൊക്കെ ഒരിക്കലെങ്കിലും പാരീസിലേക്ക് പോകണം എന്ന് തോന്നുന്ന ഒരു നഗരമാണ്. ലൈക്ക് എ ഫ്രഞ്ച് മാൻ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അപ്പോൾ ഇംഗ്ലീഷൊന്നും അവർ അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അവർക്ക് മറ്റ് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളും, പക്ഷെ അവരുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ലോകമെമ്പാടുമായിട്ട് 8.7 ദശലക്ഷത്തിലധികം ആളുകൾ അവിടെ വരുന്നുണ്ടെന്നാണ് കണക്ക് ഒരു വർഷം. അപ്പൊ ആ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതിന് തൊട്ട് പിന്നാലെ ഏകദേശം 9:30 ഈ കവർച്ച നടന്നിരിക്കുന്നത്. അപ്പം ഇത് മോഷ്ടാക്കൾക്ക് ഇത് നടപ്പിലാക്കാൻ വേണ്ടി വന്നത് 4 മുതൽ 7 മിനിറ്റ് വരെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതും അവിടുത്തെ ഈ മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. അതീവ സംഘടിതമായ ഓപ്പറേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു ജോലിക്കാരുടെ രൂപത്തിൽ വന്നിട്ടുള്ള 4-5 പേരുടെ ഒരു സംഘമാണ് ഇത് ചെയ്യുന്നതെന്നാണ് അനുമാനം. ഒരു നിഗമനം അതാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം എങ്ങനെയായിരുന്നു വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ മ്യൂസിയത്തിൽ അതിസുരക്ഷാ മേഖലയായ ഗാലറി ഡി അപ്പോളോൺ, അതാണ് അവിടെയാണ് മോഷ്ടാക്കളുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇവിടെയാണ് ഫ്രഞ്ച് കിരീടത്തിലെ അമൂല്യ രത്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായി എടുത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടിതമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിന് ഈ സംഘം വന്നത്. അവരുടെ മോഷണ രീതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് പണിക്കാരുടെ വേഷത്തിലാണ്, ജോലിക്കാരുടെ വേഷത്തിലാണ്. നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചേലേമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ മോഷണം നടന്നു, ഒരു ബാങ്ക് മോഷണം. അപ്പൊ ആ ബാങ്കിന്റെ തൊട്ട് താഴെയുള്ള, മുകളിലാണ് ബാങ്ക് ഉണ്ടായിരുന്നത് ബിൽഡിങ്ങിന്റെ, അതിന്റെ താഴെയുള്ള ബിൽഡിങ് ഹോട്ടലിന് വേണ്ടി വാടകയ്ക്കെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വ്യാജേന അതിന്റെ ഒരു മുകളിൽ നിന്ന് രാത്രി ഷട്ടർ അടച്ച ശേഷം അടിയിൽ നിന്നും തുറന്ന് അവധി ദിവസത്തെ ബാങ്കിന്റെ അകത്ത് കയറി ബാങ്കിന്റെ സേഫും മറ്റു കാര്യങ്ങളൊക്കെ തുറന്ന് വെൽഡ് ചെയ്ത് കട്ടർ കൊണ്ട് വളരെ സംഘടിതമായിട്ട് നടത്തിയ ഒരു വലിയ മോഷണമായിരുന്നു. ആ മോഷണ സംഘത്തെ പിന്നീട് പിടികൂടുകയും ചെയ്തു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് കുറച്ചുകൂടെ മിന്നൽ ആക്രമണമായിരുന്നു. പണിക്കാരുടെ വേഷത്തിലാണ് ഇവര് നിർമ്മാണ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമയെ വെല്ലുന്ന രീതിയിൽ ഈ മോഷണം നടന്നത്. പണിക്കാരുടെ വേഷത്തിലായതുകൊണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കറക്റ്റാണ്. അപ്പൊ ഇതിന് ഈ മ്യൂസിയത്തിന്റെ ഒരു പ്രവേശന മാർഗം എന്ന് പറയുന്നത് സീൻ നദിയുടെ തൊട്ട് കരയിലാണ്. സീൻ നദി അറിയാലോ, പാരീസിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ നദികളൊന്നാണ്. ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ആ നദിയിലൂടെ സഞ്ചാരം നടത്തുന്ന ഒരു നദി കൂടിയാണ്, ടൂറിസ്റ്റുകൾ വരുന്ന നദി കൂടിയാണ്. അപ്പൊ ആ നദിയുടെ നദിക്ക് ഫേസ് ചെയ്തിട്ടുള്ള അഭിമുഖമായ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ മ്യൂസിയത്തിന്റെ പുറത്തും അകത്തുമായിട്ടുള്ള ചില കണ്ടിട്ടില്ല നമ്മുടെ വലിയ ട്രക്കിന്റെ ഒക്കെ മുകളിലോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ മുകളില് വലിയ ലിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആ ലിഫ്റ്റിലൂടെ ഇങ്ങനെ ഉയർന്ന് മുകളിലോട്ട് പോയിട്ട് പെയിന്റിങ് തൊഴിലാളികളും ജനലിലൂടെയും ഒക്കെ പുറം പണികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളെ ഈ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ അത്തരം ലിഫ്റ്റുകളുണ്ട്, ബാസ്ക്കറ്റ് ലിഫ്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഇത്തരത്തിലുള്ള ട്രക്കിൽ ഘടിപ്പിച്ചിരുന്ന ബാസ്ക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഇവർ മ്യൂസിയത്തിന്റെ 1ാം നിലയിലുള്ള ജനലിന്റെ അടുത്തേക്ക് എത്തി. ഇവരങ്ങനെ
പതുക്കെ 1-ാം നിലയിലുള്ള ജനലിന്റെ അടുത്ത് ഇവര് ഈ 4-5 പേരുടെ സംഘം എത്തി. ഉം. ഈ സംഘം എത്തുമ്പോൾ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, കട്ടറുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുകയല്ലേ. മോഷ്ടാക്കൾ ഈ ഹെവി പിന്നെ ഈ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ ഈ ജോലിക്കാരുടെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ പ്രവേശിച്ചിട്ട് ജനലുകൾ തകർക്കാനായിട്ട് ഡിസ്ക് കട്ടറും ചെയിൻസോ പോലുള്ള ഹൈ പവർ ഉപകരണങ്ങളുമാണ് ഉപയോഗിച്ചത്. കട്ട് ചെയ്താൽ തകർത്ത് തരിപ്പണാക്കി ഇമ്മീഡിയറ്റ് ആണ്. ഇതെല്ലാം 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് കൃത്യമായി ഇടം മനസ്സിലാക്കി, ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് മനസ്സിലാക്കി, അതിന്റെ ജനൽ എവിടെയാണെന്ന് മനസ്സിലാക്കി, ആ ജനലിൽ നിന്ന് പുറത്തുനിന്ന് എങ്ങനെ കയറണമെന്ന് മനസ്സിലാക്കി, അതിനകത്ത് ഈ ട്രക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ലിഫ്റ്റ് ഉപയോഗിച്ച്, ബാസ്ക്കറ്റിൽ ഉപയോഗിച്ച് ലിഫ്റ്റ് ഉപയോഗിച്ച് കൃത്യമായി അവിടെ എത്തുകയും കട്ട് ചെയ്യുകയും അകത്ത് കയറുകയും പിന്നീട് ജനലിലൂടെ അകത്ത് കടന്ന സംഘം ബാൽക്കണിയിൽ നിന്ന് നേരെ അപ്പോളോ ഗാലറിയിലേക്ക് നീങ്ങി അവിടെയുള്ള 2 ഡിസ്പ്ലേ കേസുകൾ തകർത്തുകൊണ്ട് രത്നങ്ങൾ കൈക്കലാക്കി. എല്ലാം കൃത്യമായ ഓപ്പറേഷൻ. അതെ, അവിടുത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി പറയുന്നുണ്ട്, പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് പിന്നിൽ, ഒട്ടും ബഹളം ഉണ്ടാക്കാതെ കവർച്ച നടത്തി കടന്നു കളഞ്ഞു, എല്ലാം കൂടി വെറും 4 മിനിറ്റ്. ഒട്ടും അത് പ്രൊഫഷണൽ ഇത് കൃത്യമായി സ്ഥലം മനസ്സിലാക്കിയിട്ട് പോകുന്ന ആളുകളാണ്, വളരെ നേരത്തെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഈ മോഷണം പൂർത്തിയാക്കിയ സംഘം ശക്തമായ എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളുകൾ, യമഹ ടി-മാക്സ് സ്കൂട്ടേഴ്സ് ആണ്. അപ്പൊ ആധുനിക സ്കൂട്ടറാണ്. അതില് സമീപത്തുള്ള ഹൈവേ ലക്ഷ്യമാക്കി പാഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അപ്രത്യക്ഷമായെന്നാണ്. പിന്നീട് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ഈ നഷ്ടപ്പെട്ട അമൂല്യ നിധികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ 9 രത്നങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. അതില് മേരി ലൂയിസിന്റെ എമറാൾഡ് സെറ്റ്, നെപ്പോളിയൻ തന്റെ ഭാര്യയ്ക്ക് മേരി ലൂയിസിന് സമ്മാനിച്ച നെക്ലേസും കമ്മലുകളുമാണ് ഒന്ന്. പിന്നീടുള്ളത് എംബ്രസ് യൂജിനിയുടെ ടിയാര ബ്രൂച്ചുകളാണ്. നെപ്പോളിയൻ 3-ാമന്റെ ഭാര്യ എംബ്രസ് യൂജിനിയുടെ വജ്രങ്ങൾ, അതിൽ പതിച്ച കിരീടവും മറ്റ് ആഭരണങ്ങളുമാണ്. പിന്നെ ക്യൂൻ മേരി അമേലിയയുടെ നീലക്കല്ല്, ഇന്ദ്രനീലക്കല്ല് എന്നൊക്കെ പറയില്ലേ, സഫയർ ആണ്. അപ്പൊ അത് കിരീടവും നെക്ലസും കമ്മൽ എന്നിവ ഉൾപ്പെടെയുള്ള അമൂല്യ നീലക്കല്ല് ശേഖരമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ കണ്ടെത്തിയ നിലയിൽ ഇതിനിടയ്ക്ക് ഈ നെപ്പോളിയൻ 3-ാമന്റെ ഭാര്യ എംബ്രസ് യൂജിനിയുടെ കിരീടങ്ങളിലൊന്ന് മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് താഴെ വീണു. അത് കേടുപാടുകൾ സംഭവിച്ച രീതിയിൽ കണ്ടുപിടിച്ചു. കൈ കിട്ടിയില്ല, അവർക്ക് അത് നഷ്ടപ്പെട്ടു. ഈ തിരക്കിനിടയ്ക്ക് സ്പീഡ് കാരണം പെട്ടെന്ന് എടുത്ത് ഓടുന്നതിനിടയ്ക്ക് നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ട് നഷ്ടപ്പെട്ട സാധനം പോയിട്ട് എടുത്തിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഓടി, അതിലൊന്നും നിന്നില്ല. അവരത് അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ നഷ്ടപ്പെട്ടത്. എന്തായാലും അത് വലിയ ഒരു ആശ്വാസമായി, ഒരെണ്ണമെങ്കിലും തിരിച്ചു കിട്ടിയെന്നുള്ളത്. അത് ചെറിയ വിലയല്ലല്ലോ അതിന്. അപ്പോൾ കേടുപാടുകൾ സംഭവിച്ചു. അപ്പോൾ ലൂറിലെ ഏറ്റവും വലിയ രത്നമായ റീജന്റ് ഡയമണ്ട് മോഷണ ശേഖരത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. അത് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ റീജിയണൽ ഡയമണ്ട് ഈ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് വലിയൊരു സന്തോഷം, സമാധാനം തന്നെയാണ്. സുരക്ഷാ വീഴ്ച, ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അവിടെ ആളുകൾ വരുന്നത് വേണ്ടത്ര ജോലിക്കാരില്ലായ്മ, തൊഴിലാളികളുടെ അഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെടുത്തിയിട്ടും അധികൃതർ അത് ഫില്ല് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്ന് പറയുന്ന ഒരു പാളിച്ച അവിടെ ഉണ്ടായിട്ട് അപ്പോൾ സുരക്ഷ സംബന്ധിച്ചുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. മ്യൂസിയം യൂണിയനുകൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ആരും ഇത് ചെവിക്കൊള്ളാത്തത്, മുന്നറിയിപ്പ് നൽകിയത് അവരാരും ശ്രദ്ധിച്ചില്ല എന്നതുകൊണ്ട് ഗുരുതരമായൊരു വീഴ്ചയായിട്ട് ഇപ്പോൾ അത് പോലീസ് കരുതുന്നുണ്ട്. അപ്പം ഈ സമയത്ത് കൃത്യമായ അനുകൂല സമയത്താണ്, ഇത്തരം അനുകൂല സമയത്ത് ഇത് അറിയാവുന്ന ആളുകളായിരിക്കണം ഇത് എത്തപ്പെട്ടത് എന്ന് കരുതുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തുകൂടി മോഷ്ടാക്കൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടുവെട്ടിക്കാൻ ഇടയായി. എങ്കിലും ഏതെങ്കിലും അന്താരാഷ്ട്ര സംഘങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഭാഗത്തോട് കടന്നാൽ 4 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എടുത്താൽ ഇത് മോഷ്ടിക്കാൻ കഴിയും. ടോം ക്രൂസിന്റെ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു അമൂല്യമായ ഒരു രക്തം മോഷ്ടിക്കുന്നതാണ്. പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്, എത്ര സെക്കൻഡ് കൊണ്ട്, എത്ര സമയം എടുത്തിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും അടയാളങ്ങൾ പോലും ബാക്കിയില്ലാതെയാണ് അവർ പലപ്പോഴും ചെയ്യാറ്. ഞാനിപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോൾ നമ്മൾ ഈ മോഷ്ടാക്കൾ കരിഞ്ചന്തയിൽ ഈ പോലീസിന്റെ നിഗമനം എന്താണെന്ന് വെച്ചാൽ ഈ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടിയാണോ ഇത് എടുക്കുന്നതെന്ന് അവർ കരുതുന്നില്ല, അങ്ങനെ അവർ വിചാരിക്കുന്നില്ല. പകരം ഇത്തരം രത്നങ്ങളും ഇത്തരം ഈ മോഷണ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന, തങ്ങളുടേതെന്ന് വിലയ്ക്ക് വാങ്ങിച്ച് സൂക്ഷിക്കുന്ന ലോകത്ത് ഒരുപാട് കോടീശ്വരന്മാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്, മൾട്ടി ബില്യനേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്വകാര്യ ശേഖരങ്ങളിൽ ഈ രത്നങ്ങളും ഈ ഇത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കളൊക്കെ അലങ്കരിക്കപ്പെടുന്നത് അവർക്ക് വലിയ പ്രൗഢിയാണ്. അപ്പൊ അത് അവർ വില കൊടുത്ത് വാങ്ങും.
അപ്പോൾ അങ്ങനെ വില കൊടുത്ത് വാങ്ങാനുള്ള ഈ സംഘങ്ങൾക്ക് വേണ്ടി, ഈ ഇത്തരം ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന സംഘങ്ങൾ കമ്മീഷൻ ചെയ്ത ഒരു പ്രവൃത്തിയാണോ? കമ്മീഷൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇവർ നിയുക്തരായിട്ടുള്ള, ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടുള്ള കമ്മീഷൻ ഏജന്റുമാർ പോലെ പ്രവർത്തിക്കുന്ന ഈ തസ്കര സംഘങ്ങളാണോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഒരു സംഗതി വെച്ചാൽ ഇന്ത്യയിൽ നിന്നും പല സമയങ്ങളിലായി മോഷ്ടിക്കപ്പെട്ട, ചോള കാലഘട്ടത്തിലൊക്കെ മോഷ്ടിക്കപ്പെട്ട വലിയ പഞ്ചലോക വിഗ്രഹങ്ങൾ, നടരാജ വിഗ്രഹങ്ങളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോയ ഒരു വലിയ വിഗ്രഹം, വില കൂടിയ മില്യൺസ് വില വരുന്ന ഒരു വിഗ്രഹം ഫ്രഞ്ച് അധികൃതർ ഇന്ത്യ ഗവൺമെന്റിന് കൈമാറുന്നു. അവരിത് വീണ്ടെടുത്തു. ഈ മോഷ്ടാക്കളുടെ കയ്യിൽ നിന്നും കിട്ടി മ്യൂസിയങ്ങളിൽ ഇരിക്കുന്ന ആ അമൂല്യ വസ്തു അതിന്റെ രാജ്യത്തേക്ക്, മാതൃരാജ്യത്തേക്ക്, അതിന്റെ പൈതൃക ഉറവിടത്തേക്ക് തിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം വളരെ ശ്ലാഘനീയമായൊരു ശ്രമമാണ്. അപ്പോൾ അവരത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏതാണ്ട് ഒരു 3-4 വർഷത്തിനുള്ളിലാണ് അത് നടന്നത്. കൈമാറുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. വലിയ നടരാജ വിഗ്രഹം പഞ്ചലോകത്തിൽ തീർച്ചയായും വില അമൂല്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മോഷണ സംഘങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാടൊക്കെ കേന്ദ്രമായിട്ട്, സൗത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയിട്ട് ഐഡൽ മോഹൻ, ഞാനതിന് കുറേ റിപ്പോർട്ട്സുകളൊക്കെ വായിച്ചിരുന്നു. ഐഡൽ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അറസ്റ്റായിരുന്നു. അപ്പോൾ ആ അറസ്റ്റായിട്ട് അതിനെ തുടർന്ന് സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില ഭക്തൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ചില ഈ മോഷണ വസ്തുക്കളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നതൊരു ക്യൂരിയോസിറ്റിക്ക് പേരിൽ അദ്ദേഹം അത് അന്വേഷിക്കുകയും അദ്ദേഹം അത് വ്ളോഗ് എഴുതുകയും തുടർന്ന് അദ്ദേഹത്തിന് FBI-യിൽ നിന്നും ചില മെയിലുകൾ വരികയും താങ്കളുടെ നിരീക്ഷണങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് ഞങ്ങൾ സഹായിക്കാമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അതൊരു മിഷനായിട്ട് എടുത്ത് അദ്ദേഹം അതിലിറങ്ങുകയും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളിൽ ഇത് വലിയൊരു തസ്കര സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരാരൊക്കെയാണെന്നും അതിന്റെ ചില തെളിവുകളൊക്കെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുകയും FBI-ക്കും തമിഴ്നാട് ഐഡൽ സംഘടനയ്ക്ക് മിഷൻ ഐഡൽ വിങ് ഉണ്ട്, ഈ മോഷ്ടാക്കളെ കണ്ടുപിടിക്കുന്ന വിങ് ഉണ്ട്, ആ വിങ്ങിന് കൈമാറുകയും ഇവരുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ ന്യൂയോർക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരു സംഘത്തിന്റെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐഡൽ മോഷണ സംഘമാണ്. ആ സംഘത്തിന്റെ പ്രവർത്തികൾ കണ്ടുപിടിക്കുകയും അയാളെ, അതിന്റെ ഉടമസ്ഥനെ, ആ സംഘത്തിന്റെ തലവനെ വളരെ വിദഗ്ധമായി ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തുകയും അയാൾ ഇവിടെ വെച്ചിട്ട് 3 വർഷം മുമ്പ് അറസ്റ്റ് ആവുകയും ചെയ്തു. അയാളിപ്പോൾ തമിഴ്നാട് ചെന്നൈയിൽ ജയിലിൽ കഴിയുകയാണ് ആ സംഘം. അപ്പോൾ വലിയൊരു സംഘത്തെയാണ് പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷെ ഇവരുടെ ഒരു റൂട്ട് എന്നൊക്കെ പറയുന്നത്, ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ സമർത്ഥമായിട്ടുള്ള ഒരു കടത്താണ് അവർ നടത്തുന്നത്, ഈ ഐഡൽസ് ഒക്കെ കടത്തുന്നത്. അപ്പൊ ഇങ്ങനെ കടത്തിക്കൊണ്ട് എന്നാണ് നമ്മുടെ കോഹിനൂർ രത്നം UK-ലേക്ക് കടത്തിക്കൊണ്ട് ചൂടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അറിയാമല്ലോ, തരുമെന്നില്ല, യാതൊരു നാണമില്ല, തിരിച്ചു തരാനുള്ള പണിയൊന്നുമില്ല. അപ്പൊ ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ പോകുന്ന ഇത്തരം പൈതൃക സമ്പത്തുകൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, കരിഞ്ചന്തയിലേക്കോ അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെ അവരുടെ ഷെൽഫുകളിലേക്കോ അലങ്കാര വസ്തുവായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഒരു വലിയ രാജ്യത്തിന്റെ, ഫ്രാൻസ് പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം, നപ്പോളിയനുമായി ബന്ധപ്പെട്ട ക്രൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അമൂല്യ വസ്തുക്കളാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. അവിടെ പാരീസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഇതിന് പോലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ആന്റി ആർട്ട് തെഫ്റ്റ് യൂണിറ്റ് ആണ് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ തുമ്പ് കണ്ടെത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ലോകത്തെ ഞെട്ടിച്ച ഈ കവർച്ച, നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ ഓരോ ഐഡൽസും പോകുമ്പോൾ, ഈ ഐഡൽസ് ഒക്കെ പോകുന്ന വഴികൾ ലോകത്തിന്റെ മറ്റേതെങ്കിലും വലിയ ആളുകളുടെ ശേഖരത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പൈതൃകമാണ് മോഷ്ടിക്കപ്പെടുന്നത്. ഇതിനൊരു പഞ്ചലോക വിഗ്രഹമായിട്ടോ ഒരു രത്നമായിട്ടോ മാത്രം കാണാതെ വലിയ അമൂല്യമായ ചരിത്രപരമായ പൈതൃകം അതിലുണ്ടെന്ന് ഉള്ള ഒരു സ്ഥലത്താണ്, ഒരു ചിന്തയിലാണ് അത് അമൂല്യമാവുന്നത്, വിലയേറിയത് ആയി മാറുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.